Next topic is pressure in fluids. നമ്മളിപ്പോൾ നോർമലി ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന പ്രഷറിനെ പറ്റിയാണ് പറഞ്ഞത്. ഒരു ഒബ്ജക്റ്റിൻ്റെ സർഫസിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് പ്രഷർ ഇൻ ഫ്ലൂയിഡ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫ്ലോ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒബ്ജക്ട്സിനെയാണ് നമ്മൾ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ലിക്വിഡ്, ഗ്യാസ്, ഇതെല്ലാം ഫ്ലൂയിഡ്സ് ആണ്. സോ ഈ ഫ്ലൂയിഡ്സിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷറിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. The pressure at a place within a fluid caused by fluid's weight is known as fluid pressure. അതായത് ഒരു ഫ്ലൂയിഡിൻ്റെ വെയിറ്റ് കാരണം ഒരു പ്ലേസിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷറിനാണ് നമ്മൾ ഫ്ലൂയിഡ് പ്രഷർ എന്ന് പറയുന്നത്. എന്താണ്? ഒരു ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിൻ്റെ വെയിറ്റ് കാരണം ഒരു ഒബ്ജക്റ്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്ലേസിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷറിനാണ് നമ്മൾ ഫ്ലൂയിഡ് പ്രഷർ അഥവാ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത്. So fluid pressure is also known as hydrostatic pressure. If the fluid is subjected to atmospheric pressure, ഇനി നമ്മുടെ ആ ഫ്ലൂയിഡിനകത്ത് ഫ്ലൂയിഡ് പ്രഷർ അല്ലാതെ ഒരു അറ്റ്മോസ്ഫറിക്, അതായത് ആ ലിക്വിഡിനകത്തുള്ള പ്രഷർ അല്ലാതെ ഒരു അറ്റ്മോസ്ഫറിക് പ്രഷറിൻ്റെ ഇൻഫ്ലുവൻസും കൂടി ഉണ്ടെങ്കിൽ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ആഡ് ഓൺ ആയിട്ട് വരും. If the fluid is subjected to atmospheric pressure, then the total pressure on the system is given by P naught. P naught എന്ന് പറഞ്ഞാൽ atmospheric pressure ആണ് കേട്ടോ. Atmospheric pressure. And rho is the density of the liquid or fluid. Then G is the gravity. And H is the height. അതായത് ഫ്ലൂയിഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡിനകത്ത് അല്ലെങ്കിൽ ഒരു ഗ്യാസിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ ഫ്ലൂയിഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ. സോ അതിലേതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റ് നമ്മൾ ചൂസ് ചെയ്താൽ ആ പോയിന്റിൽ നിന്നും എത്ര ഡെപ്തിലാണ് ആ പോയിന്റ് ഇരിക്കുന്നത്, ദെൻ ആ ഡെപ്തിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ഹൈറ്റിനെയാണ് നമ്മൾ എച്ച് എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ ജി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗ്രാവിറ്റി, ദെൻ റോ ഇസ് ദ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്, ആൻഡ് പി നോട്ട് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫറിക് പ്രഷർ. സോ ഇതെല്ലാം പറഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഫ്ലൂയിഡ് പ്രഷർ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഈ ഫ്ലൂയിഡ് പ്രഷറിന് എന്തൊക്കെ ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് വൺ ഈസ് ഫ്ലൂയിഡ്സ് ഡെപ്ത്. നമ്മൾ പറഞ്ഞു ഡെപ്ത് അനുസരിച്ച്, ലൈക്ക് ഡെപ്ത് ഈസ് എ ഫാക്ടർ ദാറ്റ് ഡിറ്റർമൈൻസ് ദ ഫ്ലൂയിഡ് പ്രഷർ. സോ ദ പ്രഷർ ദാറ്റ് ദ ഫ്ലൂയിഡ് എക്സേർട്സ് ഗ്രോ ആസ് ദ ഡെപ്ത് ഡസ് ആസ് വെൽ. അതായത് ഡെപ്ത് കൂടുന്ന അനുസരിച്ച് ആ ഫ്ലൂയിഡിൻ്റെ പ്രഷറും കൂടും. അതിനൊരു എക്സാമ്പിളാണ് ഈ ഫിഗറിൽ കാണിച്ചേക്കുന്നത്. ലൈക്ക് നമ്മൾ ഒരു ബീക്കറിൽ കുറച്ച് ലിക്വിഡ് എടുത്തു അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് എടുത്തു, ദെൻ അതിൽ ഓരോ പർട്ടിക്കുലർ ഡെപ്തിൽ നമ്മൾ ഓരോ ഹോൾസ് ഇട്ട് കൊടുത്തു. ദെൻ സഡൻലി നമ്മൾ സ്റ്റോപ്പേഴ്സ് മാറ്റിക്കഴിഞ്ഞാൽ ആ ഫ്ലൂയിഡിൻ്റെ ഫ്ലോയിൻ്റെ ആ ഒരു എത്ര പ്രഷറിലാണ് അത് ഫ്ലോ ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര സ്ട്രെങ്ത്തിലാണ് അത് ആ ജെറ്റ് വരുന്നതെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം എവിടെയാണ് കൂടുതൽ പ്രഷർ എന്ന്. സോ നമ്മൾ നോക്കിയാൽ ഏറ്റവും വീക്കസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലത്താണ് ഏറ്റവും വീക്കസ്റ്റ് ജെറ്റ് വരുന്നത്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് വരുന്നത് ഏറ്റവും താഴെയാണ്. ദാറ്റ് മീൻസ് ഡെപ്ത് കൂടുന്ന അനുസരിച്ച് വാട്ട് ഹാപ്പൻ, ഫ്ലൂയിഡ് പ്രഷറും കൂടും. സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഫാക്ടർ ദാറ്റ് ഡിപ്പെൻസ് ഓൺ ഫ്ലൂയിഡ് പ്രഷർ. ദെൻ സെക്കൻഡ് ഇസ് ഫ്ലൂയിഡ്സ് ഡെൻസിറ്റി. ഒരു ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിയും ഒരു ഫാക്ടറാണ്. In comparison to lighter fluids like air, denser fluids like water impose high pressure. So, density കൂടുന്ന അനുസരിച്ച് കൂടുതൽ പ്രഷർ ഉണ്ടാവും. നെക്സ്റ്റ് നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. Which one of the following statements about a fluid at rest in a cup is or are correct? അതായത് ഒരു കപ്പിൽ ഒരു ഫ്ലൂയിഡ് നമ്മൾ ലൈക്ക് റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ റിലേറ്റ് ചെയ്തിട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്.
സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൽ ലൈക്ക് മേ ബി 1 ആവാം, അല്ലെങ്കിൽ 2 ആവാം, ഓർ 3 ആവാം. സോ ലെറ്റ്സ് സീ. പ്രഷർ ഈസ് സെയിം അറ്റ് ഓൾ പോയിന്റ്സ് ഇൻ ദ ഫ്ലൂയിഡ്. ഒരു ഫ്ലൂയിഡിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ എല്ലായിടത്തും സെയിം ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണോ? ലെറ്റ്സ് സീ. ദെൻ പ്രഷർ ഈസ് എക്സേർട്ടഡ് ഓൺ ദ വാൾസ്. അതായത് ഒരു ഫ്ലൂയിഡ് പ്രഷർ എപ്പോഴും അതിൻ്റെ വാൾസിൽ എക്സേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ദെൻ തേർഡ് ഓപ്ഷൻ പറയുന്നത് പ്രഷർ എക്സേർട്സ് എവ്രിവെയർ ഇൻ ദ ഫ്ലൂയിഡ്. അതായത് ഫ്ലൂയിഡിനകത്ത് എല്ലായിടത്തും പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യുമെന്നും പറയുന്നുണ്ട്. സോ ഇതിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് ട്രൂ എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം. പ്രഷർ അറ്റ് 2 points in the horizontal plane or same level when the fluid is at rest or uniform velocity is same. അതായത് നമുക്ക് ഫസ്റ്റ് ഫിഗർ നോക്കാം. ഈ ഒരു ഫിഗർ നോക്കാം. ഇതിൽ ഒരു ഫ്ലൂയിഡ് റെസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. സോ നമ്മൾ അതിലൊരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ഏതെങ്കിലും ഒരു ലെയർ, ഒരു ഫ്ലൂയിഡ് ലെയർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എല്ലായിടത്തും എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് ഹൊറിസോണ്ടലി നോക്കിക്കഴിഞ്ഞാൽ ഓരോ ലെയറിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ സെയിം ആയിരിക്കും. ദെൻ സെക്കൻഡ് പോയിന്റ്, പ്രഷർ അറ്റ് 2 points അറ്റ് ഡെപ്ത് സെപ്പറേഷൻ എച്ച്. അതായത് 2 ഡിഫറെൻറ്റ് ഡെപ്തിൽ നമ്മൾ പ്രഷർ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? ലൈക്ക് അത് രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ 2 ഡെപ്ത് പോയിൻറ്റ്സിൽ, ലെറ്റ്സ് സേ ഇതൊരു ഡെപ്തിലുള്ള ഒരു പോയിൻ്റാണ്, ഇത് വേറൊരു ഡെപ്തിലുള്ള ഒരു പോയിൻ്റാണ്. സോ ഈ 2 പോയിന്റിൽ നമ്മൾ പ്രഷർ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ വേരി. അതായത് ഡിഫറെൻറ്റ് പ്രഷർ ആയിരിക്കും 2 സ്ഥലത്തും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ ഡെപ്ത് അനുസരിച്ച് ഓർ ഹൈറ്റ് അനുസരിച്ച് പ്രഷറിന് വേരിയേഷൻസ് ഉണ്ടാവാം. ദെൻ walls of the container always exert a force on the liquid. ഇനി ഒരു ലിക്വിഡിനകത്ത്, ഒരു ക്ലോസ്ഡ് അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിൽ ഇരിക്കുന്ന ലിക്വിഡ് അതിൻ്റെ വാൾസിൽ എപ്പോഴും ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ടാവും. വാൾസ് തിരിച്ചും ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ഒരു ലിക്വിഡിനകത്ത് കണ്ടെയ്നറിൻ്റെ വാൾസിൽ പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. Which one of the following statements or which of the following statements about the fluid at rest in a cup is or are correct? Pressure is same at all points in the fluid. ഫ്ലൂയിഡിലെ എല്ലാ പോയിന്റ്സിലും സെയിം പ്രഷർ ആണോ? അല്ല. നമ്മൾ ഹൊറിസോണ്ടലി എടുത്തു കഴിഞ്ഞാൽ, ഹൊറിസോണ്ടലി നോക്കിക്കഴിഞ്ഞാൽ ഒരേ ലെയറിൽ ഉള്ള 2 പോയിന്റ്സ് എടുത്താൽ അവിടെ മാത്രം നമുക്ക് എന്താണ് പ്രഷർ സെയിം ആയിരിക്കും. ബട്ട് ഡെപ്ത് അനുസരിച്ച് വേരി ചെയ്യും. സോ ഇവിടെ പറഞ്ഞേക്കുന്നത് ആ ഫ്ലൂയിഡിനകത്ത് എല്ലായിടത്തും സെയിം പ്രഷർ എന്നാണ്. സോ ദാറ്റ് ഈസ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ സെക്കൻഡ്, പ്രഷർ ഈസ് എക്സേർട്ടഡ് ഓൺ ദ വാൾസ്. നമുക്ക് പ്രഷർ വാൾസിൽ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു വാൾസ് ഫ്ലൂയിഡിലേക്കും ഫ്ലൂയിഡ്സ് വാളിലേക്കും ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ പ്രഷർ എക്സിസ്റ്റ് എവ്രിവെയർ ഇൻ ദ ഫ്ലൂയിഡ്. ഫ്ലൂയിഡിനകത്ത് എല്ലായിടത്തും പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ്, വേരി. സോ തേർഡ് ഓൾസോ റൈറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ 2ഉം 3ഉം ആണ് ഇവിടുത്തെ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ്. സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ബോയിന്റ് ഫോഴ്സ്. The buoyant force is the upward force exerted on an object wholly or partly immersed in a fluid. അതായത് നമ്മളൊരു ഒബ്ജക്റ്റ് ഒരു ഫ്ലൂയിഡിലേക്ക് മുക്കുന്ന സമയത്ത് ആ ഫ്ലൂയിഡ് തിരിച്ച് ആ ഒബ്ജക്റ്റിനകത്തേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഫോഴ്സ് ഈസ് നോൺ ആസ് ബോയന്റ് ഫോഴ്സ്. നമ്മളൊരു ഒബ്ജക്റ്റ് പെട്ടെന്ന് മുങ്ങിപ്പോവാത്തതിൻ്റെ കേസ് ഇതാണ്. ആ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് കാരണം ആ ഫ്ലൂയിഡിനകത്തേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. നമ്മൾ വിനോ വെയിറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഫോഴ്സ്. സോ ആ വെയിറ്റ് കാരണം ഒരു ഫോഴ്സ് ഫ്ലൂയിഡിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ബട്ട് തിരിച്ച് ഫ്ലൂയിഡ് ആ ഒബ്ജക്റ്റിലേക്ക് ഒരു ഫോഴ്സ്, ഒരു അപ്വേർഡ് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആൻഡ് അതിനാണ് നമ്മൾ ബോയിന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഫിഗർ നോക്കിയേ, താഴത്തേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് വെയിറ്റ്, മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ബോയിന്റ് ഫോഴ്സ്. So the buoyant force is the upward force exerted on an object wholly or
partly immersed in a fluid. This upward force is called upthrust. ഇതിനെയാണ് നമ്മൾ upthrust എന്ന് പറയുന്നത്. So, buoyancy, ഇത് നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Buoyancy is an upward pressure, downward force, upward force. എന്താണ് buoyancy എന്ന് പറഞ്ഞാൽ? ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് ഒബ്ജക്റ്റിലേക്ക് കൊടുക്കുന്ന ഒരു അപ്വേർഡ് ഫോഴ്സ് ആണ്. സോ buoyancy is an upward force. Option D is the right answer. ഇനി buoyancy-നെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്. ഒരു ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി അനുസരിച്ച് അതിൻ്റെ buoyancy ചേഞ്ച് ചെയ്യും. ആൻഡ് സെക്കൻഡ് വൺ, വോളിയം ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്. അതായത് എത്ര ഫ്ലൂയിഡ് അവിടെ ഡിസ്പ്ലേസ് ആയിട്ടുണ്ടോ അതും buoyancy-നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ദെൻ തേർഡ് വൺ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആ പ്ലേസിലുള്ള ജിയുടെ വാല്യൂ ഓർ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂവും buoyancy-നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. സോ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്, വോളിയം ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ദീസ് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് buoyancy. ഇനി ഇതിനെ റിലേറ്റ് ചെയ്യുന്ന മറ്റൊരു ടോപ്പിക്കാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത് a body immersed in a fluid is subjected to an upward force equal to the weight of the fluid displaced. അതായത് ഒരു ഫ്ലൂയിഡിൽ നമ്മൾ ഇമ്മേഴ്സ് ചെയ്ത അല്ലെങ്കിൽ മുക്കി വെച്ചേക്കുന്ന ഒരു ബോഡി, ആൻഡ് ആ ബോഡിക്ക് ഒരു അപ്വേർഡ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഇത്രയും നമ്മൾ പോയിന്റ്സിൽ പഠിച്ചതാണ്. ഒരു ബോഡി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഒരു ഫ്ലൂയിഡിൽ ഇമ്മേഴ്സ് ചെയ്ത് വെച്ചാൽ ആ ഫ്ലൂയിഡ് തിരിച്ചൊരു അപ്വേർഡ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ വെയ്റ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്. അതായത് നമ്മൾ ആ ബോഡി ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത് എത്ര ലിക്വിഡാണോ അല്ലെങ്കിൽ എത്ര ഫ്ലൂയിഡാണോ അവിടെ ഡിസ്പ്ലേസ് ആയത്, ആ ഡിസ്പ്ലേസ് ആയിട്ടുള്ള ഫ്ലൂയിഡിൻ്റെ വെയ്റ്റിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആയിരിക്കും എന്ത് അവിടുത്തെ ബോയൻറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, a body immersed in a fluid is subjected to an upward force equal to the, ആ upward force എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? the weight of the fluid displaced. അവിടെ ഡിസ്പ്ലേസ് ആയ ഫ്ലൂയിഡിന് വെയ്റ്റിന് ഈക്വൽ ആയിരിക്കും. ഈ ഒരു ഫിഗർ നോക്കിയേ. നോർമലി ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ആ ഒരു സ്ഫിയറിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ 6 kg ആയിരുന്നു. ദെൻ നമ്മളത് ആ ഒരു ഫ്ലൂയിഡിനകത്തേക്ക് ഇമേഴ്സ് ചെയ്ത് വെക്കുന്ന സമയത്ത് ആൻഡ് അതിൻ്റെ വെയ്റ്റ് കുറയും. ദാറ്റ് മീൻസ് ആ ബോയൻ ഫോഴ്സ് അവിടെ എക്സേർട്ട് ചെയ്യുന്ന ബോയൻ ഫോഴ്സ് 2 kg ആണ്. ആൻഡ് അവിടെ ഡിസ്പ്ലേസ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ വെയ്റ്റും 2 kg തന്നെയാണ്. ഓക്കെ, സോ വെയ്റ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഇസ് ഈക്വൽ ടു ദി വെയ്റ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. So, if the buoyant force is greater than object's weight, അതായത് നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ബോയൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ വെയ്റ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ വാട്ട് ഹാപ്പൻ? ദ ഒബ്ജക്റ്റ് വിൽ റൈസ് ടു ദ സർഫസ് ആൻഡ് ഫ്ലോട്ട്. സോ ബോയൻ ഫോഴ്സ് ആണ് ഗ്രേറ്റർ എങ്കിൽ, ഒബ്ജക്റ്റിൻ്റെ വെയ്റ്റിനേക്കാളും ബോയൻ ഫോഴ്സ് ആണ് ഗ്രേറ്റർ എങ്കിൽ ആ ഒബ്ജക്റ്റ് അവിടെ ഫ്ലോട്ട് ചെയ്യും. ദെൻ ഇഫ് ദ ബോയൻ ഫോഴ്സ് ഈക്വൽസ് ദ ഒബ്ജക്ട്സ് വെയ്റ്റ്, the object will remain suspended at depth. ഇനിയിപ്പോൾ സെക്കൻഡ് കേസ് നോക്കാം. ബോയൻറ്റ് ഫോഴ്സും വെയ്റ്റ് ഓഫ് ദ ഒബ്ജക്റ്റും ഈക്വൽ ആണെങ്കിൽ ആ ഒബ്ജക്റ്റ് അവിടെ സസ്പെൻഡഡ് ആയിട്ട് ലൈക്ക് ആ ഒരു പർട്ടിക്കുലർ ഡെപ്തിൽ തന്നെ നിൽക്കും. ദെൻ ഇഫ് ദ ബോയൻറ്റ് ഫോഴ്സ് ഈസ് ലെസ് ദാൻ ഒബ്ജക്ട്സ് വെയ്റ്റ്, അതായത് ബോയൻറ്റ് ഫോഴ്സ് വെയ്റ്റ് ഒബ്ജക്റ്റിൻ്റെ വെയ്റ്റിനേക്കാളും കുറവാണെങ്കിൽ ദാറ്റ് ഒബ്ജക്റ്റ് വിൽ സിങ്ക്. ബിക്കോസ് താഴത്തേക്ക് എക്സേർട്ട് ചെയ്യുന്ന വെയ്റ്റ് എന്നുള്ള ഫോഴ്സാണ് അവിടെ കൂടുതൽ. സോ ആ ഒബ്ജക്റ്റ് സിങ്ക് ആവും. ദെൻ ദ ബോയൻറ്റ് ഫോഴ്സ് ഈസ് ഓൾവേസ് പ്രസൻറ്റ് ഇൻ എ ഫ്ലൂയിഡ് വെദർ ആൻ ഒബ്ജക്റ്റ് ഫ്ലോട്ട്സ്, സിങ്ക് ഓർ റീമെയിൻ സസ്പെൻഡഡ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്താലും സിങ്ക് ചെയ്താലും അതല്ല സസ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണെങ്കിലും അവിടെ ബോയൻറ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും. നെക്സ്റ്റ് ഈസ് ആപ്ലിക്കേഷൻസ് ഓഫ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. Archimedes principle is used in designing of ships and submarines. നമ്മുടെ ഷിപ്പുകളും സബ്മറൈൻസ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദ പ്രിൻസിപ്പിളാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ.
They are to be made of a specific dimensions so that in spite of large value of density of steel, the ship would float in water. So നമ്മൾ ഷിപ്പിൻ്റെയും സബ്മറൈൻ്റെയൊക്കെ ഷേപ്പ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് അത് ലൈക്ക് വി നോ ഡെൻസിറ്റി ഓഫ് ദ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ആണ്. സോ സാധാരണ അത് മുങ്ങിപ്പോകാനാണ് ചാൻസ്. ബട്ട് നമ്മൾ അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്ത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിളൊക്കെ അതിനകത്ത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഷിപ്പ് വിൽ ഫ്ലോട്ട് ഇൻ ദ വാട്ടർ. ദെൻ ലാക്ടോമീറ്റർ വി ഓൾറെഡി ഡിസ്കസ്ഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്യൂരിറ്റി ഓഫ് ദ മിൽക്ക്. സോ ഈ ലാക്ടോമീറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. ദെൻ Archimedes principle provides the principle of working of a hydrometer. ഹൈഡ്രോമീറ്റർ എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ മറ്റു ഫ്ലൂയിഡ്സിൻ്റെയൊക്കെ ഡെൻസിറ്റി, അത് വാട്ടറിൻ്റെ വെച്ച് നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്നുള്ള കോൺസെപ്റ്റ് വെച്ചിട്ട് ഒരു ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഹൈഡ്രോമീറ്റർ യൂസ് ചെയ്യുന്നത്. സോ ഹൈഡ്രോമീറ്റർ ഓൾസോ വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് Archimedes principle.